വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയ്വ് ബേസ് അൽഗോരിതത്തിൻ്റെ ഒരു പ്രോബ്ലം പാർട്ടാണ്. ഫോർ എ ഗിവൺ ഡേറ്റ സെറ്റ് അപ്ലൈ നെയ്വ് ബേസ് അൽഗോരിതം ആൻഡ് പ്രെഡിക്റ്റ് ദ ഔട്ട്കം ഫോർ എ കാർ ഇസ് ഈക്വൽ ടു റെഡ് ഡൊമസ്റ്റിക് SUV. ഈ SUV എന്ന് പറയുന്നത് സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് SUV എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്, കളറ്, ടൈപ്പ്, ഒറിജിൻ, സ്റ്റോളൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് പ്രോബബിലിറ്റീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ സാമ്പിൾസ് നമുക്ക് എത്രയുണ്ട്? 10 സാമ്പിൾസ് ആണ് വരുന്നത്. ഇതിൽ S എത്ര ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. അപ്പോൾ 5 ആണ് S വരുന്നത്. ഇനി നോ എത്ര ആയിരിക്കും വരുന്നത്? ടോട്ടൽ 10 ആണല്ലോ ഉള്ളത്. അപ്പോൾ നോ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 5 ആണെന്ന് അങ്ങ് എഴുതുക. ഇനി പ്രോബബിലിറ്റി ഓഫ് S എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 10 ആണ്. അതായത് 5 ആണ് നമ്മുടെ കൗണ്ട് എസിൻ്റെ ടോട്ടൽ സാമ്പിൾ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 0.5 എന്ന് നമുക്ക് കിട്ടും. അത് തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് നോ. 5 ഡിവൈഡഡ് ബൈ 10 0.5 എന്ന് വരും. ഇനി സ്റ്റെപ്പ് 2ലാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നത്. ഫോർ ക്ലാസ് ഇസ് ഈക്വൽ ടു S. ആദ്യം നമുക്ക് ക്ലാസ് S ആയിട്ടുള്ളതിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നോക്കാം. മൊത്തത്തിൽ ക്ലാസ് Sന് 5 സാമ്പിൾസ് ആണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഗിവൺ S എന്ന് പറയുന്നത്, റെഡിൽ എത്ര S ക്ലാസ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3. അങ്ങനെയാണ് ഇവിടെ 3/5. 3/5 കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 0.6 എന്ന് കിട്ടും നമുക്ക്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡൊമസ്റ്റിക് ഗിവൺ S എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് S വരണം. 1 2 2 ഉള്ളൂ. അപ്പോൾ 2/5 എന്ന് നമുക്ക് കിട്ടും. അത് 0.4 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് SUV ഗിവൺ S എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. SUV ഗിവൺ S എന്ന് പറയുമ്പോൾ 1 ഉള്ളൂ. അപ്പോൾ 1/5 എന്ന് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് 1/5 എന്ന് പറയുന്നത് 0.2 ആണ്. ഇനി അടുത്തതാണ് നമുക്ക് ഫോർ ക്ലാസ് ഇസ് ഈക്വൽ ടു നോ. അവിടെയും 5 സാമ്പിൾസ് ആണ് വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഗിവൺ നോ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. റെഡ് ഗിവൺ നോ എന്ന് പറയുമ്പോഴത്തേക്കും 1 2 ആണ് വരുന്നത്. അപ്പോൾ 2/5 അത് 0.4 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഡൊമസ്റ്റിക് ഗിവൺ നോ എത്രയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക്കിൽ നോ വരുന്നത് 1 2 3 ആണ്. അപ്പോൾ 3/5 0.6 എന്ന് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് SUV ഗിവൺ നോ എന്ന് പറയുമ്പോഴത്തേക്കും 1 2 3 അതും 3/5 ആണ്. അതാണ് 0.6. ഇനി സ്റ്റെപ്പ് 3ലാണ് നമ്മൾ നെയ്വ് ബേസ് അപ്ലൈ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് S ഗിവൺ X എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ S സാമ്പിളിന് കിട്ടിയ എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് Sൻ്റെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് S ഗിവൺ X എന്നുള്ളത് കിട്ടും. ഇതേ നോക്കിക്കോ, പ്രോബബിലിറ്റി ഓഫ് S എന്ന് പറയുന്ന 0.5 ആണ്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന 0.6 0.4 0.2 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.024 എന്നുള്ളത്. ഇനി പ്രോബബിലിറ്റി ഓഫ് നോ ഗിവൺ X എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നോയുടെ പ്രോബബിലിറ്റി 0.5 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 ഇൻറ്റു 0.6. അതിൻ്റെ ആൻസർ നമുക്ക് 0.072 എന്നാണ് കിട്ടുന്നത്. ഇനി സ്റ്റെപ്പ് 4 ആണ് നമ്മുടെ ഫൈനൽ പ്രഡിക്ഷൻ. ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഈ 2 വാല്യൂസിൽ നമ്മുടെ നോയുടെ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് നോ ഗിവൺ X ആണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്. അതാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രെഡിക്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? നോ ആണ്. ദ ഗിവൺ കാർ ഈസ് പ്രെഡിക്റ്റഡ് ആസ് നോട്ട് സ്റ്റോളൻ. നോ യൂസിങ് നെയ്വ് ബേസ്. ഇത്രയേ ഉള്ളൂ സിംപ്ലി നെയ്വ് ബേസ് അൽഗോരിതം എന്ന് പറയുന്നത്.